ഹായ് ഹലോ എല്ലാവർക്കും നെറ്റ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ഒരു യൂണിഫോമിൻ്റെ കോട്ട്, ഗേൾസിൻ്റെ വീനക്ക് കോട്ട്, വീനക്ക് അതായത് കോളറില്ലാത്ത കോട്ടിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും, നമ്മൾ ഒരു മനസ്സ് വെച്ചാൽ മതി. അപ്പോൾ ഇത് 1 മീറ്റർ, 1.25 മീറ്റർ ക്ലോത്ത് ഉണ്ട് കേട്ടോ. 58 ഇഞ്ച് വീതിയുണ്ട്. അത്യാവശ്യം നല്ല വീതിയുള്ളതാണ്. എന്ന് പറയുമ്പോൾ യൂണിഫോമിൻ്റെ കൂടെ കിട്ടുന്ന കോട്ടിനൊക്കെ മെറ്റീരിയൽ നല്ല വീതിയുള്ളതായിരിക്കും. അപ്പോൾ സത്യത്തിൽ 1 മീറ്റർ കോളറും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ 1 മീറ്റർ വേണം, അല്ലെങ്കിൽ മുക്കാലൊക്കെ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് എടുത്ത്, അതായത് ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും അറിയാനായിട്ട് അതിൻ്റെ ആ സൈഡിലുള്ള എഴുത്തുണ്ടല്ലോ, അത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉൾഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് നേരെ അതിൻ്റെ എൻഡ് വശം നമുക്ക് നേരെ ഇതുപോലെ നന്നായിട്ട് മടക്കിയിടുക. ഈ എൻഡ് വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകണം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് മാർക്കിങ് എന്ന് നോക്കാം. ഇതുപോലെ നന്നായിട്ട് മടക്കിയിട്ടു. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് ഈ മടക്കിയിടുന്നതും കൂടി ഡൗട്ട് കാണും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത്, ഒന്നും കട്ട് ചെയ്ത് കളയാണ്ട് കാണിക്കുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ വശം നമുക്ക് നേരെ ഇട്ടു. അതിനുശേഷം മുകളിൽ ഞാൻ 1/2 ഇഞ്ച് ഷോൾഡറിനായിട്ട്, നമ്മൾ ആ ഷോൾഡറിന് 1/2 ഇഞ്ച് വേണമല്ലോ, അത് മുകളിലെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമുക്ക് ഈ ഉള്ളിലേക്ക് മടക്കി അടിക്കണമല്ലോ, ഈ സൈഡിൽ നമ്മൾ ബട്ടൺ വയ്ക്കുന്ന ഭാഗമൊക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം എനിക്ക് വേണ്ടത് 20 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴെ 1 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇടണം മടക്കി അടിക്കാനായിട്ട്. അങ്ങനെ 21 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യണം. 20 ഇഞ്ചിൽ ആ ഒരു മാർക്കിംഗ് കൊടുത്തു. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും കൊടുത്തു. ഇനി നമുക്ക് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇറക്കം ആദ്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഭാഗത്ത് നമുക്ക് ഒരു ലൈൻ ഞാനൊരു ലൈൻ കൊടുത്തു. മുകളിലാണ് കറക്റ്റ് വേണ്ടത്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ സൈഡിലായിട്ട് 2.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതായത് നമുക്ക് തയ്യൽ തുമ്പെന്ന് പറയുമ്പോൾ ബട്ടണും ബട്ടൺ ഹോളും വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 17-18 വയസ്സുള്ള കുട്ടിക്കാണ്. ബോഡി മെഷർമെൻറ്റ് ചെസ്റ്റിൻ്റെ അളവ് 35 ഇഞ്ചാണ്. അപ്പം 35 ചെസ്റ്റ് അളവുള്ള ഒരാളിനുള്ള യൂണിഫോം കോട്ടിൻ്റെയാണ് ഈ അളവുകൾ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. മുകളിൽ നിന്നും താഴെ ഭാഗം വരെ 2.5 ഇഞ്ച്. അതിനുശേഷം നമുക്ക് നമ്മളിവിടെ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്, 1 ഇഞ്ച് കൂടി താഴേക്ക് മാർക്ക് ചെയ്യുക. കാരണം അത് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 1/2 ഇഞ്ച് കൂടി നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ അളവുകളും നമ്മൾ മാർക്ക് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓരോ അളവും പ്രത്യേകം മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ സ്ട്രോപ്പിനായിട്ട് മുകളിൽ 1/2 ഇഞ്ച്, താഴെ 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ ബോഡിയിൽ നിന്ന് എടുത്തത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. താഴേക്കും ആംഹോളിൻ്റെ ആ ഭാഗത്തും 7.5 ഇഞ്ച് കൊടുത്തു. ആംഹോളിൽ എനിക്ക് വേണ്ടത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8 ഇഞ്ച് എനിക്ക് വേണം. നമ്മൾ ഇതുപോലെ ഈ ഷോൾഡർ എത്രയാണോ അത് കൊടുത്തിട്ട് നമ്മൾ കർവ് ചെയ്ത് വരച്ചിട്ട് നമ്മൾ അത് അളന്ന് നോക്കിയാൽ മതി. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു എൽ പോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് വേണ്ടത് 2.25 ഇഞ്ചാണ്. 3 ഇഞ്ചാണ് ശരിക്കും വേണ്ടത്, അത് 2.25 മാർക്ക് ചെയ്യുകയാണ്. ഇനി നെക്കിൻ്റെ ഇറക്കം വി നെക്കാണ് ചെയ്യുന്നത് കോട്ടിന്. അപ്പോൾ അതിന് 8 ഇഞ്ചാണ് ഇറക്കം മാർക്ക് ചെയ്യുന്നത്. 8 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു. ഇനി നമുക്കൊരു കറക്റ്റ് വി പോലെയല്ല നമ്മൾ മാർക്ക് ചെയ്യുന്നത്, കർവ് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഷോൾഡർ നമുക്ക് ആ സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് അങ്ങ് വരച്ചു കൊടുത്തു. അതിനുശേഷം ഇനി നമുക്ക് നെക്കിൽ ഞാൻ മാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ ഷോൾഡർ ഉൾപ്പെടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യണമായിരുന്നു. ഞാൻ അത് ഓർക്കാതെ ഷോൾഡർ വിട്ടിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്തത്. അതുകൊണ്ട് ഞാൻ അല്പം 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തു. ഇനി നമുക്കിതുപോലെ ഒരു കർവ് സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വി വരയ്ക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇതുപോലെ ആ ഒരു ചെറിയൊരു കർവ് വന്നിട്ട് വി ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. കണ്ടില്ലേ, ഇതുപോലെ കർവ് സ്കെയിലും മറ്റേ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിലും നമുക്ക് നല്ലതാണ്. എൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്കെയിൽ എൻ്റെ മക്കൾ ഓടിച്ച് കളഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ടേപ്പ് വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ പകുതി എടുത്തു. നമുക്ക് ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി കർവ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം.
ചെസ്റ്റ് എത്രയാണോ നമുക്ക് ബോഡി മെഷർമെൻ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നാലിലൊന്ന് എടുക്കുക, അതിൽ 1 ഇഞ്ച് ലൂസ് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണോ തയ്യൽത്തുമ്പ് വേണ്ടത്, 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച്, 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൊടുത്തു. എനിക്ക് ചെസ്റ്റ് അളവ് 40ആണ്, അതിൻ്റെ നാലിലൊന്ന് 10, അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തു. ഇനി അതിന് ശേഷം നമുക്ക് കൊടുക്കേണ്ടത് ഷേപ്പ് ലെങ്ത് ആണ്. ഷേപ്പ് ലെങ്ത് 13 ഇഞ്ചാണ്. ഏകദേശം ഏറെക്കുറെയൊക്കെ ഷേപ്പ് ലെങ്ത് മിക്കുള്ളവർക്കും 13 ഇഞ്ചായിരിക്കും. പിന്നെ ഹൈറ്റ് ഉള്ളവർക്ക് ഒരു 14, 15 വരെ പോകും. അതിലും കൂടുതൽ അങ്ങനെ ഷേപ്പ് ലെങ്തിൻ്റെ കൂടിയതായിട്ട് എനിക്ക് അറിയില്ല. അപ്പം 13 ഇഞ്ചൊക്കെയാണ് എല്ലാവർക്കും, ഒരുവിധം എല്ലാവർക്കും 13 ഇഞ്ചായിരിക്കും ഷേപ്പ് ലെങ്ത്. ഇനി ഈ ഷേപ്പ് ലെങ്തിൻ്റെ അവിടെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ നാലിലൊന്ന് എടുക്കുക, അതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് ലൂസ് കൊടുക്കുക, പിന്നെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൊടുക്കുക. ഇവിടെ ഞാൻ 1 ഇഞ്ച് ടക്കിനും കൊടുക്കുന്നുണ്ട്. ബോഡി മെഷർമെൻറ്റിന് നാലിലൊന്നും, പിന്നെ 1 ഇഞ്ച് ടക്കിനും, പിന്നെ 1.5 ഇഞ്ച് ലൂസും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്തെ വേസ്റ്റ് ഉണ്ടല്ലോ, അവിടുത്തെ വണ്ണവും അതുപോലെ തന്നെ ബോഡിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നാലിലൊന്ന് എടുക്കുക. അതിനുശേഷം 3/4 ഇഞ്ചോ 1 ഇഞ്ചോ ലൂസ് കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അത്രയും കൊടുക്കുക. ഇതുപോലെ ഞാനിന്ന് 1-2 അളവുകൾ ബോഡിയിൽ നിന്നും എടുത്തു. പിന്നെ അവരുടെ പഴയ കോട്ടിൽ നിന്നുമാണ് അളവെടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഫുള്ളായിട്ട് ഞാൻ പറയാത്തത്. അപ്പോൾ കോട്ടുണ്ട്, അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം വരുത്തണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ കർവ് സ്കെയിൽ വെച്ച് തന്നെ ഒരു കർവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതുപോലെ. അതിനുശേഷം നമുക്കിനി ടക്ക് കൊടുക്കാം. ടക്ക് ചിലർക്ക് ആവശ്യമുണ്ടാകും, ചിലർക്ക് ആവശ്യമുണ്ടാവില്ല. എന്നാലും ടക്ക് കൊടുക്കുന്നത് കോട്ടനൊരു ഷേപ്പ് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ആ ടക്ക് കൊടുക്കാനായിട്ട് മുകളിൽ നിന്ന് നമുക്ക് ആ ഷോൾഡർ വിട്ടതിന് ശേഷം 9.5 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. പിന്നെ സൈഡിൽ നിന്ന് 3.25 ഇഞ്ചിലും കൊടുക്കുന്നു. അതാണ് ടക്കിൻ്റെ ലെങ്തും വിട്ടും. അതിനുശേഷം ടക്കിൻ്റെ നീളം 6.5 ഇഞ്ച് കൊടുക്കുന്നു. അതിനുശേഷം 3.25 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഞാനൊരു 1/2 ഇഞ്ചാണ് ടക്കിൻ്റെ വീതി കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 1/2 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് അപ്പുറവും ഇപ്പുറവും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് എളുപ്പമാവും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഷേപ്പ് കറക്റ്റ് കിട്ടുകയും ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ താഴെ പോക്കറ്റ് വെക്കണമെന്നുള്ളവർക്ക് പോക്കറ്റ് വെക്കാം. പക്ഷേ ഞാൻ പോക്കറ്റ് വെക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ താഴ്ഭാഗത്ത് 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. ഈ താഴ്ഭാഗത്ത് ഒരു കോണിച്ചൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്, അതിനാണ്. അപ്പോൾ ഇതുപോലെ 1.5 ഇഞ്ച് താഴ്ഭാഗത്തേക്ക് നമുക്ക് അഡീഷണൽ എക്സ്ട്രാ മാർക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയാണത് വരയ്ക്കാമെന്ന് കാണിച്ചു തരാം. ഇതുപോലെ 1.5 ഇഞ്ച് താഴ്ഭാഗത്തേക്ക് കൊടുത്തു. അതിനുശേഷം ഇവിടെ നിന്നും 2.5 ഇഞ്ച് മുകളിലേക്കും, അതെങ്ങനെയാണ്, ഇവിടെ നിന്ന് 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം മുകളിലേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കണം. ഈ മാർക്കുകൾ തമ്മിൽ ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു കോണിൽ നിന്നും അവിടേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക, മുട്ടിച്ച് വരച്ചു കൊടുക്കുക. അതായത് നമ്മൾ തയ്യൽ തുമ്പിനും ഇപ്പുറത്തേക്കില്ലേ, ആ മാർക്കിലേക്കാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ആ ഒരു പോയിന്റിലാണ് കൊടുക്കേണ്ടത്, അവിടെയാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതിന് തയ്യൽ തുമ്പ് കൊടുക്കണം 1/2 ഇഞ്ച്. ഇതിപ്പോൾ ഉള്ളിലേക്ക് അടിച്ച് മറിച്ചിടാനാണ്. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കോട്ടിന് നമ്മൾ വിചാരിക്കും ബുദ്ധിമുട്ടാണെന്ന്, പക്ഷെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഒരു തയ്യൽ കൂലി 200 രൂപയൊക്കെ നമുക്ക് വാങ്ങാവുന്നതാണ് കോട്ടിന്. ഇതുപോലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് തയ്ച്ചു കൊടുക്കാനും പറ്റും. അത്യാവശ്യം നല്ല തയ്യൽക്കൂലിയും ഉള്ളതാണ് കോട്ടിന്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ താഴ്ഭാഗത്ത് നിന്നും നമുക്ക് ആ കോൺ ഉൾപ്പെടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം.
ഈ ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അതല്ല കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച്. ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി. ഇതുപോലെ ബോഡിയിൽ നിന്ന് അളവുകൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെസ്റ്റും ഷേപ്പും വേസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ബോഡി മെഷർമെൻറ്റിൻ്റെ 4/1 എടുക്കുക. പിന്നെ അതിനുശേഷം അതിന് നമുക്കൊരു 3/4 ഇഞ്ച് ആണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും. 1 ഇഞ്ച് കൊടുത്താൽ അല്പം ലൂസ് കിട്ടും. ടൈറ്റ് ആവണമെന്നുള്ളവർക്ക് 3/4 ഇഞ്ച് കൊടുത്താൽ മതി. അതിനുശേഷം തയ്യൽ തുമ്പും കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഷേപ്പ് ലെങ്തിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ ടക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ടക്കിന് 1 ഇഞ്ച് കൂടി നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം ഇതിൽ നിന്നും. അതുകൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും കോട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമൊക്കെ തയ്ക്കുന്നവർക്ക് നമ്മൾ തോന്നും അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതി നമ്മൾ പഠിക്കാൻ മടിക്കും. പക്ഷേ അങ്ങനെയല്ല, പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗമുള്ളതാണ്. കസ്റ്റമർക്ക് നമ്മളിപ്പോൾ ചുരിദാർ, കോട്ട് ഒരുമിച്ചാകുമ്പോൾ നമ്മൾ ചുരിദാർ തയ്ക്കും, കോട്ട് തയ്ക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമ്മളോട് തരാൻ മടിക്കും. കാരണം പിന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകണമല്ലോ കോട്ട് തയ്ക്കാനായിട്ട്. ഇതാകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ തയ്ച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് നമുക്ക് തയ്യലെടുക്കാം, ഓർഡർ എടുക്കാം. ഇനി ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ അതിങ്ങനെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇത് രണ്ടും മടക്കി വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് മാറ്റാൻ. നമ്മൾ ഈ ബട്ടൺ ഹോൾ വയ്ക്കാനും ബട്ടൺ വയ്ക്കാനും നമ്മൾ വിട്ടില്ലേ 2.5 ഇഞ്ച്, അതിൻ്റെ ഉള്ളിലേക്ക് മടക്കി അതുകൂടി ചേർത്ത് വെച്ച് വേണം ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അവിടെ തയ്ച്ച് മറിച്ചിടും. അതുപോലെ ഇതിനെ നമ്മൾ മടക്കി വെച്ചിട്ട് ആ നെക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ബട്ടൺ ഹോളും വെക്കാൻ വിട്ട് ആ 2.5 ഇഞ്ചിലൂടെ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമ്മൾ ആദ്യം നെക്ക് കട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിൽ വരുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. ഞാൻ ആ നെക്ക് കട്ട് ചെയ്തപ്പോൾ അല്പം ഒന്ന് മാറിപ്പോയി. നമുക്ക് തയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാകും കറക്റ്റ് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇതുപോലെ നമുക്ക് കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ. അപ്പോൾ ഇതിലെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് ഫ്രണ്ട് പാർട്ട് കിട്ടുക കട്ട് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന്, ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഇതുപോലെ തിരിച്ചിടുക. ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിനേക്കാളും കുറച്ചിടണം. അതായത് ഈ മടക്കി ഇടുമ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മൾ കടത്തി ഇട്ട് വേണം ഫ്രണ്ട് പാർട്ട് വെക്കാനായിട്ട്. വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മുകളിലായിട്ട് നമുക്ക് 2.75 ഇഞ്ചല്ലേ നമ്മൾ മാർക്ക് ചെയ്ത നെക്കിന്, അത് തന്നെ ഇവിടെയും കൊടുക്കുക. പിന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1.5 ഇഞ്ചാണ്. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു കർവ് വരച്ചു കൊടുക്കുക. നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെ ഒരു റൗണ്ട് യു നെക്ക് കൊടുക്കുക. അതിനുശേഷം ഈ ഫ്രണ്ട് പാർട്ടിനേക്കാളും നമ്മൾ 2 ഇഞ്ച് മുകളിലാണ് ഇത് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഞാൻ ഇട്ടപ്പോൾ ആദ്യം ഒന്ന് മാറിപ്പോയി. ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി ഈ ഫ്രണ്ട് പാർട്ട് മുകളിലേക്ക് ഇടണമായിരുന്നു. ഞാനത് രണ്ടാമത് കാണിക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഷോൾഡർ എത്രയാണോ ആ ഷോൾഡർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പം ഫ്രണ്ട് പാർട്ടിനേക്കാൾ 2 ഇഞ്ചാണ് മുകളിലേക്ക് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യേണ്ട. പക്ഷെ ഞാൻ അത് ആദ്യം ഓർമ്മിക്കാതെ മാർക്ക് ചെയ്തപ്പോൾ ഒരു 3 ഇഞ്ചൊക്കെ വരുന്നു. അപ്പോൾ അത് അങ്ങനെയല്ല, നമുക്ക് ഫ്രണ്ട് പാർട്ട് കുറച്ചുകൂടി മുകളിലേക്ക് ഇടാം. ഇടുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വേണം ഇടാനായിട്ട്. ഈ ഫ്രണ്ട് പാർട്ടിനേക്കാൾ 2 ഇഞ്ചാണ് മുകളിലേക്ക് നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത മാർക്കിംഗ് അല്ല, അത് തെറ്റാണ്. ഇനി നമ്മൾ ഇതിനെ ഫ്രണ്ട് പാർട്ടിനേക്കാളും മുകളിലേക്ക് 2 ഇഞ്ചിലാണ് നെക്ക് വന്നിട്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പാർട്ടിനേക്കാളും. എന്നിട്ട് ഈ ഷോൾഡർ എത്രയാണോ 5 ഇഞ്ചാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചു കൊടുക്കുക.
ഇനി ഇതിനെ നമുക്ക് ഷോൾഡറിനെ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലെ ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതായത് ഈ ഫ്രണ്ടിനേക്കാളും അല്പം അധികം വരും ബാക്ക്. പക്ഷെ അതങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതുവരെ വന്നതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഒരു കർവ് പോലെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ചെസ്റ്റും ഷേപ്പും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഷേപ്പ് നമുക്കിതുപോലെ അങ്ങ് മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴ്ഭാഗത്ത് ചെറിയൊരു വ്യത്യാസം വരും. അത് ഈ ഫ്രണ്ട് ഒരു വി പോലെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിനേക്കാളും ഒരു 3/4 ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യണം. ഈ സൈഡിലായിട്ട് ഒരു 3/4 ഇഞ്ച്, നമുക്ക് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു 3/4 ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്യുക. നമ്മൾ അതിൻ്റെ ആ ഒരു കോർണറില്ലേ, അവിടെ നിന്നും താഴേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിനെ മാറ്റിയതിന് ശേഷം അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഈ ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ബാക്ക് പാർട്ടിൽ ഇത്രയേ ഉള്ളൂ മാർക്കിംഗ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കൂടുതൽ നമ്മൾ ഓർഡർ കിട്ടാനായിട്ട് നമ്മൾ പാൻറ്റും ടോപ്പും തയ്ക്കുന്നതോടൊപ്പം നമ്മൾ ഈ കോട്ട് കൂടി കണ്ട് പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അപ്പോൾ ഒരുമിച്ചുള്ള ഓർഡറുകൾ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെയൊക്കെ ഷോപ്പിലൊക്കെ നമുക്ക് 700 രൂപയൊക്കെയാണ് പാൻറ്റും ടോപ്പും കോട്ടും കൂടിയുള്ള സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുന്നത്. ഞാൻ അതിനേക്കാളും കുറച്ചാണ് വാങ്ങുന്നത്. ഷോപ്പിലൊക്കെ അപ്പോൾ കൂടുതലാണെന്ന് കരുതിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കോട്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ എടുക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കാതെ നമ്മളൊന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മതി. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ നിങ്ങൾക്ക് കട്ട് ചെയ്തും സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യമൊക്കെ തയ്ക്കുന്നവരും കട്ട് ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. നമുക്കിതുപോലെ ബാക്ക് പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നിന്നുള്ള നമ്മൾ ടക്ക് മാർക്ക് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ അപ്പുറത്തെ വശത്തേക്കും ബാക്ക് പാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യണം തയ്ക്കുന്നതിന് മുന്നേ ആയിട്ട്. അത് നമുക്കൊരു പിൻ കുത്തിയിട്ട് അപ്പുറത്തേക്ക് ആ പോയിന്റ് മാർക്ക് ചെയ്താലും മതി. അതല്ലാതെ നമ്മൾ ടേപ്പ് വെച്ച് അളവുകൾ മാർക്ക് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കോട്ടിൽ വേറെ ഒന്നും തന്നെ കട്ട് ചെയ്യാനില്ല. കോളർ ഉണ്ടെങ്കിൽ മാത്രം കോളർ കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ കോളറുള്ള കോട്ടല്ല തയ്ക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് നമ്മൾ ആം ഹോളിലും നെക്കിലും തയ്ക്കാനായിട്ട് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുകൂടി മാത്രമേ ഇതിൽ കട്ടിങ് ഉള്ളൂ. വളരെ ഈസിയാണ്, സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ്. അപ്പോൾ സ്റ്റിച്ചിങ് നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ഇടും. അപ്പോഴത്തേക്ക് നിങ്ങളിത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായൊരു ലൈക്ക് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസും കൂടി കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കോട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് പീസുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരു പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് 2 പീസായിട്ട് ക്രോസ് പീസ് കിട്ടും. ക്രോസ് പീസ് ഒരേ വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവിടെ വീതി കുറഞ്ഞും കൂടിയും വരും. അതിനേക്കാളും നല്ലത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള ക്രോസ് പീസ് കിട്ടും. നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ 2 പീസ് ആയതുകൊണ്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒന്നൊരു വീതിയായി പോവും. രണ്ട് വീതിയായി പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോട്ടിൻ്റെ കട്ടിങ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്. അപ്പോൾ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കട്ടിങ് മാത്രം കണ്ടിട്ട് കാര്യമില്ല, സ്റ്റിച്ചിങ് കാണണം. എന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് തനിയെ ഒരു കോട്ട് തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കുക.
സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമായിട്ട് ഒരുമിച്ചിടുമ്പോഴത്തേക്ക് ലെങ്ത് കൂടിപ്പോവും, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.